ഐഡിയാസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ശർക്കര മാങ്ങയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് അച്ചാറ് പോലൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെ കഴിക്കാവുന്നതാണ്. നല്ല എരിവും പുളിയും മധുരമൊക്കെ ആയിട്ടുള്ള നല്ലൊരു ശർക്കര മാങ്ങയാണ് ഇത്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കധികം ഇൻഗ്രീഡിയൻസും വേണ്ട, പിന്നെ അധികം സമയം വേണ്ട കേട്ടോ അത് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ശർക്കര മാങ്ങ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കഴുകി എടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു മാങ്ങയ്ക്ക് തൊലി അത്ര കട്ടിയില്ല. അപ്പോൾ നല്ല കട്ടിയുള്ള തൊലിയൊക്കെ ഉള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിന് ശേഷം വേണ്ടത് ഇത് പീസാക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അതേ മാങ്ങ ഞാനിവിടെ കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ശർക്കര മാങ്ങ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ശർക്കര പാനി റെഡിയാക്കിയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് 1/4 കപ്പ് ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ശർക്കരപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മെൽറ്റായിട്ടൊക്കെ വരും. എന്നാലിത് ഈ ഒരു അച്ചാർ കേടാവാണ്ടിരിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ അതേ ശർക്കരപ്പാനിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ശർക്കരയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതുപോലെ തന്നെ ഉരുക്കിയെടുക്കും വേണം കേട്ടോ. എന്നിട്ട് അരച്ചിട്ട് വേണം മാറ്റി വയ്ക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകാണ് ചേർക്കണത്. കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം മതിയാവും കേട്ടോ. അതുപോലെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ മാത്രമാണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി 2-3 വറ്റൽമുളക് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയൊന്നും ചെയ്യരുത്. ഒരു മാങ്ങ മാത്രം ഒന്ന് വഴറ്റിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ വരാനൊക്കെ ആയിട്ട് തുടങ്ങും. ഇതുപോലെ ഇങ്ങനെ വാടി വരാനൊക്കെ ആയിട്ട് തുടങ്ങും കേട്ടോ. ഈ ഒരു സമയമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, കാശ്മീരി മുളകല്ല. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് കായത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഈ ഒരു പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകണ വരയ്ക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ മാങ്ങ തൊലിയോട് കൂടെ എടുത്തത് കാരണം പെട്ടെന്ന് ഇങ്ങനെ ഉടഞ്ഞു പോവുകയൊന്നും ചെയ്യില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനി ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇത് എല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ആവിയിൽ ഈ ഒരു മാങ്ങ വേവിച്ചെടുക്കുമ്പോൾ ഈ ഒരു മാങ്ങ നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ ഈ ഒരു ശർക്കരപ്പാനിയൊക്കെ ഒന്ന് തിക്കായിട്ട് വരും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ടിത് ഇടയ്ക്കൊക്കെ ഒന്ന് മൂടി തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ മാങ്ങ തൊലിയോട് കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തത് കൊണ്ട് ഇത് അധികം ഇങ്ങനെ ഉടഞ്ഞു പോകുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ നല്ല കട്ടിയുള്ള തൊലിയൊക്കെ ആണെങ്കിൽ മാത്രം ഒന്ന് തൊലി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതേ നല്ലോണം തന്നെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. വീണ്ടും അടച്ച് വെച്ചിട്ട് ഈ ഒരു ശർക്കരപ്പാനിയൊക്കെ ഒന്ന് തിക്കായിട്ട് വരും വേണം. പിന്നെ ഈ ഒരു മാങ്ങ ഒന്നും കൂടെ വെന്ത് കിട്ടാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം തന്നെ തിക്കായിട്ട് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മാങ്ങ കഷ്ണങ്ങളൊക്കെ നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. ചൂടാറി കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടെ തിക്കായിട്ടൊക്കെ വരും കേട്ടോ. ചൂടാറിയതിന് ശേഷം പിന്നെ നമുക്കിതൊരു ബോട്ടിലാക്കി വെച്ചിട്ട് 2 ദിവസമൊക്കെ പുറത്ത് വയ്ക്കുക. അതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ ഈ ഒരു ശർക്കര മാങ്ങ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹൈപ്പ് കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കും കൂടെ വേണേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.